ഇന്നലെ കെ രാധാകൃഷ്ണൻ എംപിയുമായിട്ട് സിബി സംസാരിച്ചിരുന്നു. അദ്ദേഹം ഒരുപാട് പ്രതീക്ഷകളൊക്കെ പങ്കുവയ്ക്കും. എന്താണ് കാവ്യ കെ രാധാകൃഷ്ണൻ അദ്ദേഹം പറയുന്നത്? നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. നമുക്കറിയാം, തുടർച്ചയായ അവഗണനയാണ് കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഏക കാര്യമെന്ന് പറയുന്നത്. ഇക്കുറി വലിയ പ്രതീക്ഷയുണ്ട് എന്നതാണ് കെ രാധാകൃഷ്ണൻ എം പി പറയുന്നത്. വയനാട് പാക്കേജ് അടക്കം നിരവധി കാര്യങ്ങൾ കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേന്ദ്ര ധനമന്ത്രിയെ നിരവധി തവണ എം പിമാർ നേരിട്ട് കണ്ട് നിവേദനങ്ങൾ നൽകിയിട്ടുണ്ടെന്നും കെ രാധാകൃഷ്ണൻ എം പി കൈരളി ന്യൂസിനോട്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളൊന്ന് കേട്ടതിന് ശേഷം വേഗം മടങ്ങിയെത്താം. മൂന്നാം NDA സർക്കാരിൻ്റെ രണ്ടാമത്തെ സമ്പൂർണ്ണ ബജറ്റിനെയും ഏറെ പ്രതീക്ഷയോടെയാണ് കേരളം ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ച് ഈ തവണ വയനാടിൻ്റെ പുനരധിവാസമടക്കമുള്ള നിരവധി കാര്യങ്ങളുണ്ട്. 24,000 കോടി രൂപയുടെ പാക്കേജ് അടക്കമാണ് കേരളം ആവശ്യപ്പെട്ടിരിക്കുന്നത്. എങ്ങനെ ഒരു പ്രതീക്ഷയോടെയാണ് കേരളം ഇത്തവണയും ബജറ്റിനെ കാണുന്നത്? നമ്മോടൊപ്പം കെ രാധാകൃഷ്ണൻ MP ഉണ്ട്. എങ്ങനെയാണ് നമ്മുടെ കേരളത്തിൻ്റെ പ്രതീക്ഷകൾ? തീർച്ചയായിട്ടും നമ്മൾ ബഡ്ജറ്റ് കേന്ദ്ര ഗവൺമെൻറ് അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ കേരളത്തിന് അർഹമായ അത് ലഭിക്കും എന്നുള്ള പ്രതീക്ഷയാണല്ലോ വേണ്ടത്. 24,000 കോടി രൂപയുടെ സ്പെഷ്യൽ പാക്കേജ് നൽകണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടത് കഴിഞ്ഞ ബഡ്ജറ്റിന് തൊട്ട് മുമ്പാണ്. പക്ഷേ അതിൻ്റെ പ്രതിഫലനമൊന്നും തന്നെ ബഡ്ജറ്റിലുണ്ടായില്ല. അതിനുശേഷമാണ് വയനാട് വലിയ ദുരന്തം ഉണ്ടായി, പ്രകൃതി ദുരന്തം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് സ്പെഷ്യൽ പാക്കേജ് നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൽ തന്നെ സമീപിച്ചിരുന്നു. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തു നിന്നുള്ള MPമാരുടെ എല്ലാം ഒപ്പിട്ട് റിക്വസ്റ്റ് കൊടുത്തിരുന്നു. പക്ഷേ അതിന് വേണ്ടത്ര വലിയൊരു സഹായം ചെയ്തില്ല. നമ്മുടെ ഒരു ചെറിയ ഡിമാൻഡ് അംഗീകരിച്ചു എന്ന് മാത്രമാണ്. നാച്ചുറൽ കലാമിറ്റിയിൽ തന്നെ നമ്മളത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്ന് ആവശ്യപ്പെട്ടെങ്കിലും സിവിയർ നേച്ചർ ഓഫ് കലാമിറ്റി എന്നുള്ള അത് അംഗീകരിച്ച് കിട്ടി. അതുപോലെ തന്നെ നമ്മുടെ റെയിൽവേയുടെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പക്ഷേ റെയിൽവേക്ക് ഏറ്റവും കൂടുതൽ ഫണ്ട് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സംസ്ഥാനം കേരളമാണ്. അതനുസരിച്ചുകൊണ്ട് കേരളത്തിലെ റെയിൽവേയുടെ വികസനത്തിനോ മറ്റ് കാര്യങ്ങൾക്കോ വേണ്ടത്ര ഫണ്ട് നീക്കി വയ്ക്കാറില്ല. എയിംസ് അടക്കമുള്ള ആവശ്യങ്ങൾ ഇപ്പോഴുമുണ്ട്. എയിംസ് എന്നുള്ളത് ദീർഘകാലമായിട്ടുള്ള നമ്മുടെ ഒരു ഡിമാൻഡാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ. അപ്പോൾ ആ ഡിമാൻഡ് അംഗീകരിച്ചിട്ടില്ല ഇതുവരെ. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കാര്യം നമ്മൾ അത് അന്തർദേശീയ ഒരു തുറമുഖമായിട്ട് മാറിക്കഴിഞ്ഞു. വൈബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് എല്ലാ തുറമുഖത്തിനും ഗ്രാൻഡായിട്ടാണ് കൊടുക്കുന്നത്. എന്നാൽ നമ്മുടെ സംസ്ഥാനത്തെ അല്ലെങ്കിൽ വിഴിഞ്ഞം പോർട്ടിന് ഗ്രാൻഡായി കൊടുക്കില്ല, അത് ലോണായിട്ടാണ് തിരിച്ചടയ്ക്കാൻ ഉള്ള കണ്ടീഷനാണ് കൊടുക്കുന്നുള്ളൂ. അത് ഗ്രാൻഡായിട്ട് തന്നെ അതിൻ്റെ ഫണ്ട് ലഭിക്കുകയാണെങ്കിൽ അതും നമ്മുടെ കേരളത്തിൻ്റെ ഒരു മുതൽക്കൂട്ടാവും. ഈ ഒരു ബജറ്റ് സമ്മേളനം വരുമ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ നമുക്ക് ഏറെ പ്രതീക്ഷ നോക്കിയിരുന്നു. നമുക്കറിയാം, അന്ന് NDA സർക്കാരിനെ പിടിച്ചു നിർത്തിയ ബീഹാറിന് മാതിരിക്ക് വാരിക്കൂരി കൊടുക്കുന്ന അല്ലെങ്കിൽ വാരിക്കൂരി പദ്ധതി പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായി. ആ ഒരു പ്രഖ്യാപനം പോലും കേരളത്തിലുണ്ടായില്ല. അതാണ് ഞാൻ പറഞ്ഞ പ്രഖ്യാപനം പോലും. ഇപ്പോൾ വലിയ ദുരന്തം ഉണ്ടായില്ല, പ്രകൃതി ദുരന്തം ഉണ്ടായി. നമ്മൾ ആവശ്യപ്പെട്ടു, നാട് മുഴുവൻ പ്രധാനമന്ത്രി അവിടെ പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും കേന്ദ്ര ഉദ്യോഗസ്ഥന്മാരെല്ലാം വന്ന് കണ്ട് മനസ്സിലാക്കി പോകുന്നത്. സ്വാഭാവികമായിട്ടും ആ വയനാടിനെ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി അവിടെ ദുരിതമനുഭവിക്കുന്ന ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി പ്രത്യേക പാക്കേജ് നടപ്പിലാക്കുന്ന വേണമെങ്കിൽ പറയിക്കാമായിരുന്നല്ലോ, പറഞ്ഞില്ല. എന്തായാലും ഇത്തവണയും കേരളം ഒരു പ്രതീക്ഷ നോക്കി കാണുകയാണ്. തീർച്ചയായും ഞാൻ ആദ്യമേ പറഞ്ഞു, ബഡ്ജറ്റ് എന്നുള്ളത് നമ്മുടെ ഒരു അവതരിപ്പിച്ചിട്ടില്ല. അവതരിപ്പിക്കുന്നതിന് മുമ്പേ നമ്മുടെ കേരളത്തിൻ്റെ പ്രതീക്ഷയ്ക്കനുസരിച്ച് എന്തെങ്കിലും കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മുൻകാല അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തേണ്ടതില്ല എന്നും രണ്ട് കാര്യമുണ്ട്. എന്തായാലും ഇത്തവണയും കേരളം ഏറെ പ്രതീക്ഷയോടെ ഈ കേന്ദ്ര ബജറ്റിനെ നോക്കിക്കാണുകയാണ്. എയിംസ് അടക്കമുള്ള പ്രത്യേകിച്ച് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കേരളം കടന്നു പോകുമ്പോൾ കേന്ദ്രത്തിൽ നിന്നും ഇത്തവണയും എന്തെങ്കിലും ഒരു പ്രതീക്ഷയും പ്രഖ്യാപനവും ഉണ്ടാകുമെന്ന ഒരു വലിയ കണക്കൂട്ടിൽ തന്നെയാണ് കേരളം മുന്നോട്ട് നീങ്ങുന്നത്. ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം സിബി ജോസഫ്, കൈരളി ന്യൂസ്.